എല്ലാവർക്കും യമഹ FZ റേവിൻ്റെ ഒരു ഡീറ്റെയിൽ റൈഡ് റിവ്യൂവിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൻ്റെ ഡിസൈനെ പറ്റി സംസാരിച്ച് കഴിഞ്ഞാൽ ഇതിന് 2 കളർ വേരിയൻറ്റ് അവൈലബിൾ ആണ്. ഈ കാണുന്ന യെലോയിഷ് ആയിട്ടുള്ള ഒരു മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള പെയിൻറ്റ് സ്കീമും അതുപോലെ തന്നെ ഗ്ലോസി ബ്ലാക്കുമാണ്. അങ്ങനെ 2 കളർ ഓപ്ഷൻസ് ആണ്. എനിക്ക് ഈ ഒരു മാറ്റ് ഫിനിഷ് സെറ്റപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല മാച്ചുണ്ട്. പിന്നെ ഇതിൻ്റെ വീൽസിൽ നമുക്ക് ഓറഞ്ച് കളേഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട് അവർ. പിന്നെ ഇതിനകത്ത് പ്രധാന മാറ്റം എന്ന് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഈ ഒരു LED യൂണിറ്റ്സ് ആണ്. അതായത് പ്രൊജക്ടർ ഹെഡ് ലാമ്പ് യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പ്രൊഡേറ്ററിൻ്റെയൊക്കെ ഒരു സ്റ്റൈലിലുള്ള ഹെഡ്ലൈറ്റ് യൂണിറ്റ് സെറ്റപ്പാണ്. പഴയതിൽ നിന്നും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട് ഈ ഒരു ഡിസൈൻ. അല്ലാതെ കാര്യമായ മാറ്റങ്ങൾ ഇതിൻ്റെ ഡിസൈൻ വൈസിൽ വലിയ ഓവറായിട്ടുള്ള മാറ്റങ്ങൾ കൊടുത്തിട്ടില്ല. എന്തായാലും മസ്കുലറായിട്ടുള്ള ഓവറോൾ ലുക്ക് ആൻഡ് ഫീൽ തരുന്ന ഒരു കിടിലൻ വണ്ടി തന്നെയാണ്. പക്ഷേ FZ വെർഷൻ 1ൻ്റെ അത്രയൊന്നും ഒരു വണ്ടിയും അവർക്ക് പിന്നീട് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റില്ല. അതിനെന്തോ ഒരു അട്രാക്ഷൻ ഉണ്ട്, നമ്മളെ കോരിത്തരിപ്പിക്കാൻ പറ്റിയ എന്തോ ഒന്ന് ആ ഒരു ഡിസൈനിലുണ്ട്. സ്റ്റിൽ ഇതൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ്. നല്ല മസ്കുലർ ഫീലുണ്ട്, നല്ല റോഡ് പ്രസൻസും തരുന്ന ഒരു വണ്ടിയും കൂടെ തന്നെയാണ് FZ റേവ് എന്ന് പറയുന്നത്. എന്തായിരുന്നാലും ഓവറോൾ ലുക്ക് ആൻഡ് ഫീൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് അല്ലെങ്കിൽ ആ ഒരു ഡിസൈൻ എസ്തെറ്റിക്സ് അവർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേട്ട് കളയാം. അപ്പം എൻജിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റിഫൈൻഡ് ആയിട്ടുള്ള ഒരു 149cc എയർ കൂൾഡ് SOHC 2 വാൽവ് എഞ്ചിനാണ്. 2 വാൽവ് എഞ്ചിനാണെന്ന് പറഞ്ഞതുകൊണ്ട് ഇതിന് പ്രശ്നങ്ങളൊന്നുമില്ല. 2008 മുതലാണെന്ന് തോന്നുന്നു നമ്മുടെ FZ വെർഷൻ 1 ഇറങ്ങിയതുപോലെ 26 വരെയും ഈ വണ്ടി റൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എൻജിൻ്റെ ഒരു റിഫൈൻമെൻറ്റ് കൊണ്ടും റിലയബിലിറ്റി കൊണ്ടും മാത്രമാണ്. ലീനിയറായിട്ടുള്ള ഒരു പവർ ഡെലിവറി പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻജിനാക്കി മാറ്റിയിട്ടുണ്ട്. FZ വെർഷൻ 1ൽ ഒരു കുട്ടി ഡ്യൂക്കിൻ്റെ പെർഫോമൻസ് തരുന്ന വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബൈക്കായിരുന്നു. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ FZ വെർഷൻ 1 കിടിലമായിരുന്നു. പക്ഷേ അതിനുശേഷമുള്ള ഇറങ്ങിയ എല്ലാ എൻജിനിലെയും അവർ റീട്യൂൺ ചെയ്ത് ഭയങ്കരമായിട്ട് മയപ്പെടുത്തി കളഞ്ഞു. ഇപ്പോൾ ഇതൊരു കമ്മ്യൂട്ടർ മോഡലിലാണ് ഇതിൻ്റെ എൻജിൻ പെർഫോം ചെയ്യുന്നത്. അത്യാവശ്യം മൈലേജ് വേണം, ഡീസൻറ്റ് ആയിട്ട് നമുക്ക് സിറ്റിയിലൊക്കെ റൈഡ് ചെയ്യാനും ഹൈവേയിലും ഒക്കെ ബാലൻസ് ചെയ്തിട്ട് ഓടിക്കാനും സെറ്റപ്പിലാണ് ഇതിൻ്റെ എൻജിൻ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ പഴയ ബൈക്കിൻ്റെ എൻജിനുമായിട്ട് ഇതിന് മുമ്പുള്ള ഇറങ്ങിയ വെർഷൻസുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല, ഓൾമോസ്റ്റ് സിമിലറാണ്. ഡിസൈനിൽ മാത്രമാണ് കാര്യമായ മാറ്റം വരുത്തിയത്. വളരെ റിലാക്സ്ഡ് ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു എൻജിനാണ്, വളരെ റിഫൈൻഡ് ആണ്. ഇനി വൈബ്രേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈബ്രേഷൻ ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. സ്റ്റിൽ ഒരു മിനിമലായിട്ടുള്ള ബസ് ഫീലേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ലോ ഗിയേഴ്സിൽ നമ്മൾ കുറച്ചൊന്ന് പൊളിച്ചോടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6000 RPM മുതൽ ചെറുതായിട്ട് വൈബ്രേഷൻ അടിക്കുന്നുണ്ട്. അതല്ല ഇപ്പോൾ 5th ഗിയറിൽ നമ്മൾ കണ്ടിന്യൂസ് സ്ട്രെച്ചിൽ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം അറിയത്തില്ല. വളരെ മാനേജബിൾ ആയിട്ടുള്ള വൈബ്രേഷനേ ഉള്ളൂ. വണ്ടി നല്ല സ്മൂത്ത് തന്നെയാണ്. അത് എവിടെ ഫീൽ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീറ്റിൻ്റെ ആ ഒരു പോർഷനിലേക്കാണ് ലൈറ്റായിട്ട് ഒരു 6000 RPM പ്ലസ് കയറുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നത്. അത്ര വലിയ അരോചകമൊന്നുമല്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ നല്ലൊരു റിഫൈൻഡ് ആയിട്ടുള്ള എൻജിൻ തന്നെയാണ്. ഹീറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എയർ കൂളിംഗ് ആണ് ഇതിൻ്റെ സെറ്റപ്പെങ്കിലും ഒട്ടും ഹീറ്റ് ഇതിന് ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലൊക്കെ ഓടിച്ചാലും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ക്രൂസിങ് സ്പീഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് 5th ഗിയറിൽ നമുക്കൊരു 70 to 80 ക്രൂസ് ചെയ്യാം. 90 വരെയൊക്കെ ഈസി ആയിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് ഗ്രാജുവലായിട്ടേ ഉള്ളൂ ആ ഒരു സ്പീഡിലേക്ക് കയറുള്ളൂ എന്നുള്ള ഒരു കാര്യമുണ്ട്. ഡീസൻ്റ് ആയിട്ടുള്ള ക്രൂസിങ് സ്പീഡും തരുന്നുണ്ട്. എൻജിൻ സ്ട്രെസ്സൊന്നും ആ സമയത്ത് കാര്യമായിട്ടില്ല. പിന്നെ ഒരു 100 മേലെ പോകുന്ന സമയത്ത് വളരെ ലാഗ് അടിച്ചിട്ടാണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡിലേക്ക് അച്ചീവ് ആവുന്നത്. അതൊരുപാട് സമയം എടുക്കുന്നുണ്ട്. അത് നല്ല ലോങ് സ്ട്രെച്ച് തന്നെ കിട്ടണം, എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്കിതിൻ്റെ ടോപ്പ് സ്പീഡിലേക്ക് ഇതിനെ എടുത്തു കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ ഇതൊരു കമ്മ്യൂട്ടർ ബൈക്ക് എന്നുള്ള നിലയിൽ ടോപ്പ് സ്പീഡിൻ്റെ കാര്യം ഞാനത്ര ഇത് ചെയ്യുന്നില്ല. ഇതിൻ്റെ മിഡ് റേഞ്ചിലാണ് ഇതിൻ്റെ ഒരു നല്ല പവർ ഇരിക്കുന്നത്. ഇനിഷ്യൽ പവർ ഡെലിവറി എന്ന് പറയുന്നതും സ്മൂത്താണ്, വളരെ ലീനിയറാണ്. ഒരു 4000 to 7000 RPMലാണ് ഇതിൻ്റെ ഒരു കളി ഇരിക്കുന്നത്. പിന്നെ പൊളിച്ചോടിക്കണം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഈ വണ്ടി ഒരുപക്ഷെ നിരാശപ്പെടുത്തിയേക്കാം.
ടോപ്പ് ആൻഡ് പെർഫോമൻസ് അത്ര ഗംഭീരമാണെന്നൊന്നും പറയാൻ പറ്റില്ല, ഡീസൻ്റ് ആണെന്നേ പറയാൻ പറ്റുള്ളൂ. കുറച്ചുകൂടെ പവറൊക്കെ കൊടുക്കാമെന്ന് തോന്നി. FZ ആ ഒരു വെർഷൻ 1 എൻ്റെ മനസ്സിലോട്ട് എപ്പോഴും വരും. കാരണം ആ ഒരു എൻജിൻ അല്ലെ ആ വണ്ടി ഓടിച്ചിട്ടുള്ള ആൾ ഈ വണ്ടി ഓടിക്കുമ്പം ഭയങ്കരമായ വ്യത്യാസം ഫീൽ ചെയ്യും. FZ1 ഒരു കിടുക്കാച്ചി ഐറ്റമായിരുന്നു. ഇനി ഭാവിയിൽ എപ്പോഴേലും അതേ ഒരു ക്യാരക്ടർ കൊണ്ടുവന്ന് ഈ ഒരു എൻജിനെ മാറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇപ്പോൾ നമുക്ക് ഓവർടേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഇപ്പോൾ നല്ല ടോപ്പ് ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിക്ക് പവറുള്ള ഫീൽ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 5000+ RPM കീപ്പ് ചെയ്ത് പിടിക്കണം, അപ്പോഴേ നമുക്ക് പവർ ഫീൽ ചെയ്യത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ വളരെ ലീനിയറായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇനി ക്ലച്ചിൻ്റെയും ഗിയർ ബോക്സിൻ്റെയും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലച്ച് എന്ന് പറയുന്നത് അത്യാവശ്യം ലൈറ്റായിട്ടുള്ള ക്ലച്ചാണ്. നമുക്ക് റിസ്റ്റിന് പെയിനോ കാര്യങ്ങളൊന്നുമില്ല, വളരെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ക്ലച്ചാണ്. ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 5 സ്പീഡ് ഗിയർ ബോക്സാണ്. വളരെ ക്രിസ്പായിട്ടുള്ള ഗിയർ ബോക്സാണ്. നമ്മളിങ്ങനെ ഒരു ലേസൊക്കെ വായിൽ വെച്ച് കടിക്കുന്നത് പോലെയാണ് ഇതിൻ്റെ ഒരു സൗണ്ട് നമുക്കത് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നത്. അത്രയ്ക്കും ക്രിസ്പാണ് സാധനം. വളരെ സ്മൂത്തായിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ലോ ആൻഡ് ഗ്രണ്ട് കിട്ടുന്ന ടൈപ്പിലാണ് ഇതിൻ്റെ ഗിയർ റേഷ്യോ സെറ്റ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ഷോർട്ടറായിട്ടുള്ള ഗിയർ റേഷ്യോസാണ്. 5th ഗിയറാണ് കുറച്ച് ടോളായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മൈലേജിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 13 ലിറ്ററിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി ഉണ്ട്. ബൾക്കി ആയിട്ടുള്ള വളരെ മസ്കുലറായിട്ടുള്ളൊരു ടാങ്കാണ്. നമുക്ക് സിറ്റിയിൽ ഏകദേശം 43 മുതൽ ഒരു 48 വരെയൊക്കെ കിട്ടും. ഹൈവേയിലാണെന്നുണ്ടെങ്കിൽ ഒരു 52-55 വരെ നമുക്ക് കിട്ടും. പിന്നെ നിങ്ങൾ ഒരു 4000 RPM കീപ്പ് ചെയ്ത് ഒരു 60-65 സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 5th ഗിയറിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മാക്സിമം മൈലേജ് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 60 വരെയൊക്കെ കിട്ടാനും ചാൻസ് ഉണ്ട്, അങ്ങനെ നിങ്ങൾ പക്കാ ഡീസൻ്റായിട്ട് ഓടിക്കുകയാണെങ്കിൽ. അതല്ലാതെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 45-50 ഇടയ്ക്കാണ് ഇതിൻ്റെ ഒരു നോർമലായിട്ടുള്ള കണ്ടീഷനിൽ നമുക്ക് മിക്സ്ഡ് ആയിട്ടുള്ള രീതിയിൽ നോക്കുമ്പം കിട്ടുന്ന മൈലേജ് എന്ന് പറയുന്നത്. ഇനി നമുക്കിൻ്റെ റൈഡിങ് എർഗണോമിക്സിനെ പറ്റി സംസാരിക്കാം. അപ്പോൾ ഞാനിരുന്ന് കാണിക്കാം. 790 mm ആണ് സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് റിലാക്സ്ഡ് ആണ്, എന്നാൽ തീർത്തും റിലാക്സ്ഡ് ആണെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ഒരു കൈയുടെ ഒരു ലൈൻ എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും, എപ്പോഴും ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും. എൽബോ ഇങ്ങനെ ഒരു എൽ ഷേപ്പിൽ നമുക്ക് നിർത്താനായിട്ട് പറ്റില്ല, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പിടിച്ച് എപ്പോഴും ഓടിക്കേണ്ടി വരും. കുറച്ചൊരു സ്പോർട്ടിയാണ്. ഒരു സ്ട്രീറ്റ് ഫൈറ്റർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി സെറ്റപ്പിലേക്കാണ് ഇതിൻ്റെ ഒരു ഹാൻഡിൽ ബാർ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഷോർട്ടാണ്, ഫ്ലാറ്റ് ആയിട്ടുള്ള ഹാൻഡിൽ ബാറാണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5.9 ആണ്. എനിക്ക് പ്ലാന്റഡ് ഫുട്ടാണ്. പൊക്കം കുറഞ്ഞ ആൾക്കാർക്കും ഈസി ആയിട്ട് ഇത് ഓടിക്കാൻ പറ്റും. ഒരു 5.5 ഒക്കെ ഉള്ളവർക്കും ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റും. അതിന് താഴോട്ട് പോകുന്നവർക്ക് കാലൊരു അല്പം ടിപ്റ്റോ ആയിരിക്കും. ഫുഡ് പെഗിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഒരു സെമി റിയർ സെറ്റാണ്, ഓവർ റിയർ സെറ്റ് എന്ന് പറയാനും പറ്റില്ല. വളരെ കംഫർട്ടബിളാണ്. സീറ്റിൻ്റെ ഒരു ഫ്രണ്ട് പോർഷൻ കുറച്ച് നാരോയാണ്. പുറകിലേക്ക് പോകുമ്പോൾ അത്യാവശ്യം വൈഡാണ്, സ്പേഷ്യസ് ആണ് കേട്ടോ, നല്ല ലോങ് ആണ്. റൈഡറിന് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സെറ്റപ്പിലാണ് സീറ്റിൻ്റെ ഒരു സെറ്റപ്പ് വന്നിരിക്കുന്നത്. കുറച്ച് ഫ്ലാറ്റാണ്, അത്യാവശ്യം കുഷ്യനുണ്ട്. റിയർ സീറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം ഫ്ലാറ്റാണ്, വലിയ കുഴപ്പമില്ലാത്ത ഒരു കുഷ്യനാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ എൻഡിലോട്ട് വരുമ്പം കുറച്ചൊരു എന്താ പറയുക സ്ലിമ്മായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അധികം തിക്നെസ് കുഷ്യന് കൊടുത്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഒരു കംഫോർട്ടിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം പില്ലിയൻ ഇരിക്കുന്ന സമയത്ത് പില്ലിയൻ അത്രത്തോളം സുഖമായിട്ട് റൈഡ് ചെയ്യാൻ പറ്റത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോങ് റൈഡൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഇതിൻ്റെ സസ്പെൻഷൻ റിയറിലെ ഒരല്പം സ്റ്റിഫ് സൈഡിലാണ്. പില്ലിയന് കുറച്ച് അൺകംഫർട്ടബിൾ ആയിരിക്കും. സിറ്റി റൈഡിൽ കുഴപ്പമില്ല, നല്ല സൂപ്പർബായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രാബ് റെയിലും കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ സസ്പെൻഷൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, സസ്പെൻഷൻ ഫ്രണ്ടിൽ 41 mm ആണ്, ടെലിസ്കോപ്പിക് ആണ്. റിയറിലെ മോണോഷോക്കാണ്, അഡ്ജസ്റ്റബിൾ ആണ്. ഫ്രണ്ടിലെ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു സെമി സോഫ്റ്റ് ആയിട്ടുള്ള സസ്പെൻഷനാണ്. ഒരുപാട് ഹാർഡും അല്ല, ഒരുപാട് സോഫ്റ്റും അല്ല. ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് കിട്ടുന്ന ഒരു സസ്പെൻഷൻ യൂണിറ്റാണ് ഫ്രണ്ടിൽ. പക്ഷേ റിയറിലെ കുറച്ചൊരു സ്റ്റിഫർ സൈഡാണ്. അതുകൊണ്ട് നമുക്ക് റൈഡ് ചെയ്ത് ഗട്ടറിലൂടെ ഒക്കെ ഓടിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അൺഈവൻ ആയിട്ടുള്ള റോഡിലൂടെ ഓടിക്കുന്ന സമയത്ത് കുറച്ചൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി പില്ലിന് ഇരിക്കുന്ന സമയത്ത് കുറച്ച് അടിപ്പ് ഫീൽ ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റി. കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ള റിയർ സസ്പെൻഷൻ ആയിരുന്നെങ്കിൽ കമ്മ്യൂട്ടിങ്ങിന് ഇത് പക്കയായിരിക്കും. നല്ലൊരു കമ്മ്യൂട്ടർ ബൈക്ക് എന്നുള്ള നിലയിൽ ഓവറോൾ ഇതിൻ്റെ ഒരു സസ്പെൻഷൻ ഫീഡ്ബാക്ക് കുറച്ചും കൂടെ സോഫ്റ്റ് ആക്കാരെന്ന് തോന്നി റിയറിൽ. പിന്നെ അത് ഹൈവേയും കൂടെ ബാലൻസ് ചെയ്തിട്ട് സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ഒരു സസ്പെൻഷൻ യൂണിറ്റ് ആയിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം ഇത് ഹൈവേയിലും അത്യാവശ്യം നല്ല രീതിയിൽ ക്രൂസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള സെറ്റപ്പിലാണ് ഇതിൻ്റെ സിറ്റി ഹൈവേയും കൂടെ
ചേർത്ത് മിക്സ് ആയിട്ടുള്ള സെറ്റപ്പിലാണ് ഇതിൻ്റെ ഒരു സസ്പെൻഷൻ യൂണിറ്റ് വർക്ക് ചെയ്യുന്നത്. സ്റ്റെബിലിറ്റിയുടെ കാര്യം പറഞ്ഞാൽ ഹൈവേയിൽ അത്യാവശ്യം നല്ല സ്റ്റേബിളാണ് വണ്ടി. ഒരു 100-ലും പോകുമ്പോഴും വണ്ടിക്ക് വലിയ കാര്യമായ കുലുക്കമൊന്നുമില്ല. ക്രോസ് വിൻഡ് അടിക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ ചെറിയൊരു ഷെയ്ക്ക്, അല്ലെങ്കിൽ ഷെയ്ക്ക് എന്ന് പറയാൻ പറ്റില്ല, വണ്ടിക്ക് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു അൺസ്റ്റെബിലിറ്റി ഫീൽ ചെയ്യുള്ളൂ. പക്ഷേ സ്റ്റിൽ ഇത് 100+ പോകുമ്പോഴും വണ്ടി നല്ല സ്റ്റേബിളാണ്, നല്ല റിജിഡായിട്ട് ഫീൽ ചെയ്യും. ആ ഒരു സ്റ്റെബിലിറ്റി നിലനിർത്താൻ കൂടെ വേണ്ടിയിട്ടാണ് റിയർലെസ് സസ്പെൻഷൻ കുറച്ച് ഹാർഡാക്കിയിട്ടിരിക്കുന്നത്. ബ്രേക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രസീവായിട്ടുള്ള ബ്രേക്ക് ബൈറ്റാണ് കിട്ടുന്നത്. സിംഗിൾ ചാനൽ ABS വരുന്നുണ്ട്. നമ്മൾ അതായത് പ്രോഗ്രസീവ് എന്ന് പറയുമ്പം നമ്മൾ ഓവർ ഷാർപ്നെസ് കിട്ടത്തില്ല, പിടിച്ച ഉടനെ അങ്ങ് നിൽക്കുന്ന സെറ്റപ്പിലല്ല, ഗ്രാജുവലായിട്ട് സ്ലോ ആകുന്ന തരത്തിലാണ് ഇതിനെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഒരു കമ്മ്യൂട്ടർ ബൈക്ക് എന്നുള്ള നിലയിൽ അത് ഓക്കെയാണ്. വളരെ ഫാസ്റ്റായിട്ട് ഓടിച്ചിട്ട് പെട്ടെന്ന് നിർത്താൻ നോക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് കുറച്ചും കൂടെ ബ്രേക്ക് ഒരു എഫിഷ്യൻസി കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു നമുക്ക് തോന്നത്തുള്ളൂ, എസ്പെഷ്യലി റിയർ സൈഡ്. ഈ ഒരു വണ്ടിയുടെ ബ്രേക്കിംഗ് ഞാൻ നോക്കിയിട്ട് ഫ്രണ്ടും റിയറും ഒരേ സമയത്ത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ കോൺഫിഡൻസ് കിട്ടാനായിട്ട് നല്ലത്. സോ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു കമ്മ്യൂട്ടർ എന്നുള്ള നിലയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഒട്ടും ഒരു പ്രശ്നമില്ല. പിന്നെ വണ്ടി ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്തിട്ട് വേണം ഓവർടേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ സെയിം ഗിയർ നമുക്ക് പുള്ളി ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഇത്തിരി പാടാണ് ഈ ഒരു വണ്ടിയെ സംബന്ധിച്ച്. ഇതിൻ്റെ എൻജിൻ കുറച്ചൊരു അണ്ടർ പവറായിട്ട് ആ സമയത്ത് ഫീൽ ചെയ്യും. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ ട്രാഫിക്കിലൂടെ എടുത്തു പോകുന്ന സമയത്ത് ഫ്ലിക്ക് ചെയ്ത് ഓടിക്കാനായിട്ട് നല്ല ഈസിയാണിത്. മനോവറബിലിറ്റി നല്ല രീതിക്കുള്ള വണ്ടിയാണ്. കാരണം ഇതിൻ്റെ വെയിറ്റ് ബാലൻസ് പക്കയാണ്. 136 കിലോ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഒട്ടും ഓടിക്കുന്ന സമയത്ത് ഇത് ഫീൽ ചെയ്യത്തില്ല. വണ്ടി ഭീകര വെയിറ്റ് ഉണ്ടെന്ന് തോന്നുമെങ്കിലും ഈ വണ്ടിക്ക് അത്ര വെയിറ്റ് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ കോർണറിങ് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ് കേട്ടോ. ഇത് റേഡിയൽ ടയേഴ്സ് വരുന്നതുകൊണ്ട് കോർണറിങ് ഫ്രണ്ട്ലിയാണ്, നല്ല കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. ടയർ പഴയ MRFൻ്റെ സെറ്റപ്പൊക്കെ മാറ്റി C8ൻ്റെ മോഡലിലേക്ക് ആക്കിയിട്ടുണ്ട്. സ്റ്റിൽ ഡീസൻറ്റ് ഗ്രിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു ടയറിൻ്റെ ഗ്രിപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ വെറ്റ് കണ്ടീഷനിൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. പക്ഷേ നോർമൽ റോഡിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഡീസൻറ്റ് ഗ്രിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടയർ തന്നെയാണിത്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. 165 mm ഉണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല ഹമ്പുകളിലൊക്കെ ചാടിപ്പോകുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഇതാ ഇവിടെ ഒരു ഹമ്പുണ്ട്, കാണിച്ചു തരാം. വേണ്ട, അത്യാവശ്യം വലിയൊരു ഹമ്പ് തന്നെയാണ്, പ്രശ്നമൊന്നുമില്ല. പിന്നെ മീറ്റർ കൺസോൾ വിസിബിലിറ്റിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നെഗറ്റീവ് ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സൺലൈറ്റ് ഡയറക്റ്റ് അടിക്കുന്ന സമയത്ത് ചെറിയൊരു വിസിബിലിറ്റി പ്രോബ്ലം ഉണ്ട്. പക്ഷേ അല്ലാത്ത സാഹചര്യങ്ങളിൽ നമുക്ക് വലിയ ഫോണ്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയ മീറ്റർ ആണെങ്കിലും വലിയ ഫോണ്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഇതിനകത്ത് കാണാൻ പറ്റും. പിന്നെ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ പ്ലാസ്റ്റിക് പാർട്സൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആക്കാരെന്ന് തോന്നി. എസ്പെഷ്യലി ഈ ഒരു സ്വിച്ച് സെറ്റപ്പൊക്കെ ഇത്തിരി ചീപ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. വണ്ടിയുടെ ബാക്കി പോർഷൻസൊക്കെ കുഴപ്പമില്ല. നമുക്ക് ഈ ഒരു ടാങ്കൊക്കെ കാണുമ്പോൾ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ടാങ്കായിട്ട് ഫീൽ ചെയ്യും. പിന്നെ എൻജിൻ റിലയബിളാണ് കേട്ടോ, അതിനൊന്നും പ്രശ്നമില്ല. മര്യാദയ്ക്ക് സർവീസ് ചെയ്യുക, ഡീസൻ്റായിട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻജിൻ കിടക്കും. അങ്ങനത്തെ ഒരു എൻജിനാണ്. ഡീസൻറ്റ് ബിൽഡ് ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബൈക്കും കൂടിയാണ് ഇത് കേട്ടോ. ഇനി ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ 1.5 ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ചെറിയ വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ഇതിൻ്റെ ഒരു സർവീസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ 1000 കിലോമീറ്ററിലാണ് സർവീസ് എന്ന് പറയുന്നത്. ബാക്കി എല്ലാ സർവീസുകളും വരുന്നത് ഓരോ 3000 കിലോമീറ്റർ കൂടുമ്പോഴാണ്. സർവീസ് കോസ്റ്റ് ഏകദേശം ഒരു 1000-1200 വരാനാണ് സാധ്യത. പിന്നെ നമുക്ക് വാറണ്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 years അല്ലെങ്കിൽ 30,000 കിലോമീറ്ററാണ് സ്റ്റാൻഡേർഡ് വാറണ്ടി എന്ന് പറയുന്നത്. പിന്നെ ബ്രേക്ക് ഇൻ പീരീഡ് പ്രോപ്പറായിട്ട് ചെയ്യുക. അത് ഏത് വണ്ടിയാണെങ്കിലും നമ്മൾ പുതിയൊരു വണ്ടി കൈ കിട്ടി കഴിയുമ്പോൾ മിനിമം 1000 കിലോമീറ്റർ. ഈ ഒരു വണ്ടിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 500 കിലോമീറ്റർ വരെ നമുക്ക് ഒരു 4500 RPM മേലെ റവ് ചെയ്യാൻ പാടില്ല. ഡീസൻ്റായിട്ട് മാക്സിമം ഓടിക്കാൻ ശ്രമിക്കുക, ഓവർ റവ്വിങ് ചെയ്യാതിരിക്കുക. പിന്നെ ഒരു 1000 കിലോമീറ്റർ വരെ നമുക്ക് 6000 RPM വരെ യൂസ് ചെയ്യാം, അതിന് മേലോട്ട് പോകാതിരിക്കുക. അത് കഴിഞ്ഞ് ഒരു 1-2 സർവീസൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ എടുക്കുന്നതിൽ തെറ്റില്ല. എൻജിൻ ലൈഫ് നല്ല രീതിയിൽ കിട്ടും. അതുകൊണ്ടാണ് നമുക്കിതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് പറയാം. പ്ലസ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മസ്കുലറായിട്ടുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡിസൈൻ, നല്ല മൈലേജ് തരുന്ന ഒരു കമ്മ്യൂട്ടർ ബൈക്ക്, വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബൈക്ക്, ഡീസൻ്റ് ആയിട്ടുള്ള റൈഡിങ് കംഫർട്ട്, നല്ല റോഡ് പ്രസൻസ് ഉള്ള വണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 കാര്യങ്ങളെ എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് ആയിട്ട് പറയാനായിട്ടുള്ളൂ. റിയർ സസ്പെൻഷൻ സെറ്റപ്പ് കുറച്ചും കൂടെ സോഫ്റ്റാക്കാരെന്ന് തോന്നി. പിന്നെ മീറ്റർ കൺസോളിൻ്റെ കാര്യത്തിൽ ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇതുവരെയും അവർ കൊടുത്തിട്ടില്ല. 2026 യമഹ പ്ലീസ് നോട്ട് ദിസ്.
ഇതൊക്കെ ഒരു ബേസിക് നീഡ്സാണ്. സോ മീറ്റർ കൺസോളിൽ ഇപ്പോഴും എന്തുകൊണ്ട് അവരത് കൊടുക്കുന്നുമില്ല എന്നുള്ളത് എനിക്കറിയത്തില്ല. പിന്നെ ഈ വണ്ടിയുടെ എൻജിൻ നമ്മൾ ഹൈവേയിലൊക്കെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു അണ്ടർ പവേർഡായിട്ട് ഫീൽ ചെയ്യും. നമ്മളുടെ കാൽക്കുലേഷൻ കുറച്ച് ഒരു പോയിൻ്റ് നമ്മൾ കൂട്ടി വെച്ചിട്ട് വേണം നമുക്കിത് ഓവർടേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ സഡനായിട്ട് പെട്ടെന്ന് അങ്ങ് ഓവർടേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. കുറച്ച് ഗിയർ ഒന്നെങ്കിൽ ഡൗൺ ഷിഫ്റ്റ് ചെയ്തിട്ട് ത്രോട്ടിൽ കൊടുത്താൽ മാത്രമേ നമുക്ക് ഒരു പ്രോപ്പർ ആക്സലറേഷൻ കിട്ടുകയുള്ളൂ. അത്രയൊക്കെ ഉള്ളൂ. എന്തായിരുന്നാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ്. FZ വേർഷൻ 1 മുതൽ എനിക്ക് ഈ ഒരു വണ്ടിയുടെ ആ ഒരു എൻജിൻ റിഫൈൻമെൻറ്റിനും ഓവറോൾ ലുക്ക് ആൻഡ് ഫീലും എല്ലാം എനിക്ക് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വണ്ടി ഇപ്പോഴും നിലവിൽ 2026 സക്സസ്ഫുള്ളായിട്ട് റൺ ചെയ്യുന്നത്. ഇനി ഇത് ആരൊക്കെ എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിപ്പം കോളേജ് ലെവലിൽ പഠിക്കുന്ന ഒരാളാണ്, ലൈസൻസ് ഓൾറെഡി കിട്ടി, അങ്ങനെയുള്ള ഒരാൾക്ക് ഇത് യൂസ്ഫുള്ളായിരിക്കും. അത്യാവശ്യം ലുക്ക് ആൻഡ് ഫീൽ തരുന്നതും ഡീസൻറ്റ് പവർ തരുന്നതും ഓവറോൾ അത്യാവശ്യം നല്ല മൈലേജും കിട്ടുന്ന ഒരു വണ്ടിയാണിത്. സോ നിങ്ങളൊരു ഫാമിലി മാൻ ആണെങ്കിലും ഈ വണ്ടി എടുക്കുന്നതിൽ തെറ്റില്ല. അമ്മമാരെയോ വൈഫിനെയൊക്കെ വെച്ച് കൊണ്ടുപോകുന്നതിലും ഈ വണ്ടിക്ക് പ്രശ്നമില്ല. സീറ്റ് പുറകിലത്തത് അത്യാവശ്യം ഫ്ലാറ്റാണ്. അങ്ങനെയൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് സ്യൂട്ടബിളാണ്. വളരെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബൈക്കും കൂടിയാണ്. ലൈറ്റ് വെയ്റ്റ് ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു 5.5 ഫീറ്റ് മുതലുള്ള ആൾക്കാർക്ക് മേലോട്ട് ഈ വണ്ടി സ്യൂട്ടാവും. എന്തായിരുന്നാലും ടെസ്റ്റ് റൈഡ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. നല്ല റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എൻജിൻ വേണം. ഹാൻഡിൽ ചെയ്യുമ്പം ഈസി ആയിട്ട് സിറ്റിയിലൂടെ കൊണ്ടു നടക്കാൻ പറ്റണം. നല്ല ലുക്ക് ആൻഡ് ഫീലും മസ്കുലറായിട്ടുള്ള ഒരു ഫീൽ വേണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വണ്ടി പ്രിഫർ ചെയ്യാം. റേവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഘോഷം എന്നുള്ളതിൽ ചെറിയ തോതിലുള്ള ഡിസൈനിലുള്ള അപ്ഡേറ്റാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ബാക്കി ഓവറോൾ വണ്ടി സിമിലറായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാര്യമായ വ്യത്യാസമൊന്നും എൻജിൻ്റെ കാര്യത്തിലാണെങ്കിലും ക്യാരക്ടർ വൈസ് മാറ്റങ്ങളൊന്നുമില്ല. വണ്ടിയുടെ ലുക്ക് ആൻഡ് ഫീലിലാണ് കാര്യമായ മാറ്റം യമഹ കൊടുത്തിരിക്കുന്നത്, എസ്പെഷ്യലി ഹെഡ്ലൈറ്റ് യൂണിറ്റ്. അപ്പം ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായി. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞെക്കിപ്പൊട്ടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ അപ്ലോഡ് ആയിട്ടുണ്ട്. അത് നിങ്ങളുടെ ഒരു ഇംഗിതം പോലെ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു കിടു വീഡിയോയുമായി വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ.